ഷിയർ ഫോഴ്സ് ഡയഗ്രം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. An overhanging beam ABC having length 4 meter. ഓവർഹാങ്ങിങ് ബീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റ് എവിടെയാണ് ഓവർഹാങ്ങിങ് എന്നറിയില്ല. റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ ഹാങ് ചെയ്ത് നിൽക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കാം. ABC having length 4 meter and it carries a UDL of 4.5 kilonewton per meter on the entire length. ഫുൾ ലെങ്ത്തിൽ എന്തുണ്ട്? 4.5 kilonewton per meter UDL ഉണ്ട്. AB എന്ന് പറയുന്നത് AB equal to 3 meter, BC equal to 1 meter. AB is simply supported. BC part of the beam is on the right side and is overhanging. അപ്പോൾ പറഞ്ഞിട്ടുള്ളത് AB എന്ന് പറയുന്നത് 3 മീറ്ററും AB നമുക്ക് അടയാളപ്പെടുത്താം 3 മീറ്റർ. AB 3 മീറ്റർ. BC എന്ന് പറയുന്നത് 1 മീറ്ററുമാണ്. അതിൽ AB എന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് സിംപ്ലി സപ്പോർട്ട് കൊടുക്കാം. BC എന്ന് പറയുന്നത് ഓവർ ഹാങ്ങിങ് പോർഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് 3 മീറ്റർ, ഇത് 1 മീറ്റർ. പിന്നെ ഫുൾ ലെങ്ത്തിൽ UDL ആണുള്ളത്. 4.5 kilonewton per meter ആണ് UDL. ഇനി ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ റിയാക്ഷനിലുള്ള ലോഡാണ് കണ്ടുപിടിക്കേണ്ടത്. RB ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അത് ചെയ്യാറ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക, വെർട്ടിക്കൽ ഫോഴ്സുകളുടെ സമ്മ് 0 ആണ്. അപ്പോൾ RA പ്ലസ് RB ഇവിടെ 2 ഫോഴ്സ് ഉണ്ട്. പിന്നെ ഉള്ളത് UDL ആണ്. UDL ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ മൈനസ് വാല്യൂ കൊടുക്കുക. മൈനസ് 4.5 എന്ന് പറയുന്നത് 1 മീറ്ററിലാണ്. 4.5 kilonewton per meter എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. 4.5 എന്ന് പറയുന്നത് 1 മീറ്ററിൽ. നമുക്ക് ടോട്ടൽ ലെങ്ത് എത്ര ഉണ്ട്? 4 ഉണ്ട്. അപ്പോൾ ഇൻറ്റു 4 ചെയ്യണം, എന്നാലേ അവിടുത്തെ ടോട്ടൽ ലോഡ് കിട്ടുള്ളൂ. ഈക്വൽ ടു 0. RA പ്ലസ് RB, ഈ നെഗറ്റീവ് വാല്യൂ അങ്ങോട്ട് പോകുമ്പോൾ 4.5 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 18 വരും. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും എക്കുള്ളതോ ബിക്കുള്ള മൊമെന്റ് എടുക്കുക, സിക്കുള്ള മൊമെന്റ് എടുക്കുക. അപ്പോൾ MA ഈക്വൽ ടു 0. ഈ എൻഡിലുള്ള മൊമെന്റ് 0 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ MA ഈക്വൽ ടു 0. നമുക്ക് ഓരോ ലോഡ് മൊമെന്റ് കണ്ടുപിടിക്കുക. RB ഫസ്റ്റ് ലോഡ് എടുത്തു. RB ഇൻറ്റു മൊമെന്റ് പറഞ്ഞാൽ ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ RB ഇൻറ്റു ഇവിടെ നിങ്ങളുടെ ഡിസ്റ്റൻസ് എത്രയാണ്? 3. പോസിറ്റീവ് ആണ്, കാരണം എന്താ, അപ്വേർഡ് ഡയറക്ഷനാണ്. ഇനി അടുത്തത് വരുന്നത് ഡൗൺവേർഡിലുള്ള ഫോഴ്സ് ആണ്. കാരണം 4.5 kilonewton per meter എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ 4.5 ഇതുവരെ 1 മീറ്ററിലാണ്. നമുക്ക് ഇവിടുന്ന് ഇതുവരെയുള്ള ലോഡ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇൻറ്റു 4 വരും, എന്നാലാണ് ടോട്ടൽ ലോഡ് വരുള്ളൂ. ഇപ്പം ലോഡേ ആയിട്ടുള്ളൂ. ഈ 4.5 ഇൻറ്റു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ടോട്ടൽ ലോഡാണ്. 4.5 എന്ന് പറഞ്ഞാൽ 1 മീറ്ററിൽ ആക്ട് ചെയ്യണം, പെർ മീറ്ററിലാണ്. അപ്പോൾ ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസിലുള്ള ടോട്ടൽ ലോഡായി. നമുക്ക് എന്ത് വേണം? മൊമെന്റ് പറഞ്ഞാൽ ലോഡിന്റെ ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ മൊമെന്റ് UDL ആകുമ്പോൾ നമ്മൾ മൊമെന്റ് എടുക്കുമ്പോൾ ഡിസ്റ്റൻസ് എടുക്കുക. ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് അല്ല, കറക്റ്റ് ഈ UDL എത്രയാണോ ഉള്ളത് അതിന്റെ കറക്റ്റ് സെന്ററിൽ നിന്ന് നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. ഇപ്പോൾ കറക്റ്റ് സെന്ററിൽ നിന്ന് ടോട്ടൽ 4 മീറ്റർ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഡിസ്റ്റൻസ് പറയുമ്പോൾ ഇൻറ്റു 2 ആണ് വരിക. ഓക്കെ ഈക്വൽ ടു 0. അപ്പോൾ 3RB മൈനസ് 36 ഈക്വൽ ടു 0. അപ്പോൾ RB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 36 ഈക്വൽ ടുവിന് അപ്പുറത്ത് പോകുമ്പോൾ 36, പിന്നെ ഈ ഇൻറ്റു 3 ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡ് ബൈ 3. അപ്പോൾ RB എന്ന് പറഞ്ഞാൽ നമുക്ക് 36/3 ഈക്വൽ ടു 12 kilonewton കിട്ടും. അപ്പോൾ ഇന്ന് RA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RA പ്ലസ് RB 18 ആണ്. RB 12 ആവുമ്പോൾ RA എന്ന് പറയുന്നത് 18 മൈനസ് 12 ഈക്വൽ ടു 6 kilonewton കിട്ടും. നമുക്ക് RA RB കിട്ടി. നമുക്ക് ഇവിടെ എഴുതിയിടാം. RA എന്ന് പറയുന്നത് 6 kilonewton, RB എന്ന് പറയുന്നത് 12 kilonewton ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഷിയർ ഫോഴ്സ് ആണ്. ഷിയർ ഫോഴ്സ് SF. ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ CBA ഇതിൽ ഓരോന്നിലുള്ള ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണം. നമ്മളിപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് C ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷിയർ ഫോഴ്സ് അറ്റ് C നമ്മൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുള്ള സെക്ഷൻ എടുക്കും. എന്നിട്ട് അവിടുന്ന് അതുവരെയുള്ള എല്ലാ ലോഡും കൂടെ ആഡ് ചെയ്യുക ചെയ്യാം.
ഷിയർ ഫോഴ്സ് അറ്റ് സി റൈറ്റ് എന്ന് എഴുതുക, RIG റൈറ്റ് എന്ന് എഴുതുക. അപ്പോൾ ഇവിടെ ഈ സി എന്ന് പറയുന്നത് ജസ്റ്റ് റൈറ്റ് സൈഡിലുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ഇവിടെ നിങ്ങൾക്കുള്ള ലോഡുകൾ ഏതൊക്കെയാണ് നോക്കും. ഇവിടെ നിങ്ങളുടെ ഒരു ലോഡും ഇല്ല, ഈക്വൽ ടു 0 വരും. ഇനി അടുത്ത ഷിയർ ഫോഴ്സ് അറ്റ് സി ലെഫ്റ്റ്. ഈ പോയിന്റിന് ജസ്റ്റ് ഒരു ലെഫ്റ്റ് സൈഡിലൊരു പോയിന്റാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്നുള്ള ഫോഴ്സ് വരുമ്പോൾ ഇവിടെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു UDL ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് 0 എന്ന് എഴുതാം. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ്, റൈറ്റ്. അപ്പോൾ ഈ ബിയുടെ തൊട്ടിപ്പുറത്തുള്ള ജസ്റ്റ് റൈറ്റ് സൈഡിലുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ഇവിടെ നിങ്ങോട്ടുള്ള UDL നോക്കുക. ഇവിടെ നിങ്ങളുടെ UDL വരുന്നത് 4.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ തന്നെയാണ്. ഈ ഒരു ഡിസ്റ്റൻസ് 1 മീറ്ററുമാണ്. അപ്പോൾ 4.5 ഇൻറ്റു 1 അവിടെയുള്ള ടോട്ടൽ ലോഡ്. ഇവിടെ മൈനസ് വാല്യൂ ആണ് കൊടുക്കുക, കാരണം എന്താണ്, ഡൗൺവേർഡ് ഡയറക്ഷനാണ്. ഇതാണ് അവിടുത്തെ UDL വരിക. ഇനി വരുന്നത് ഷിയർ ഫോഴ്സ് അറ്റ് ബി ലെഫ്റ്റ്. ലെഫ്റ്റ് പറയുമ്പോൾ ഈ ഒരു ബി എന്ന് പറഞ്ഞ പോയിന്റിന് ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലൊരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ഇവിടെ നിങ്ങോട്ടുള്ള ടോട്ടൽ ലോഡുകൾ ആഡ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് ഇതുവരെയുള്ള ഒരു 4.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ 4.5 ഇൻറ്റു എത്ര മീറ്റർ ലെങ്ത്തിലാണ്, 1 മീറ്റർ ലെങ്ത്തിലാണ്. അപ്പോൾ ഇൻറ്റു 1 മൈനസ് സൈൻ കൊടുത്തിട്ടുള്ള ഡൗൺവേർഡ് ഡയറക്ഷൻ ആവുന്നതാണ്. പിന്നെ എന്താ ഉള്ളത്, ഇവിടെ ഒരു RB എന്ന് പറഞ്ഞ ഒരു ലോഡ് ഉണ്ട് അല്ലേ, അത് അപ്വേർഡ് ഡയറക്ഷനാണ്. അത് കാരണം നമുക്ക് +12 എന്ന് കൊടുക്കാം. ഈക്വൽ ടു ചെയ്യുന്ന സമയത്ത് 7.5 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഷിയർ ഫോഴ്സ് അറ്റ് എ റൈറ്റ് സൈഡാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് സൈഡ് ആകുമ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ ജസ്റ്റ് റൈറ്റ് സൈഡിലുള്ള ഒരു പോയിന്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. എന്നിട്ട് അതുവരെയുള്ള എല്ലാ ഫോഴ്സുകളും ആഡ് ചെയ്യുക. അപ്പോഴാണ് അവിടുത്തെ ഷിയർ ഫോഴ്സ് കിട്ടുള്ളൂ. അപ്പോൾ എയുടെ ജസ്റ്റ് റൈറ്റ് സൈഡിലുള്ള ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ഇവിടെ നിങ്ങോട്ടുള്ള എല്ലാ ഫോഴ്സുകളും ആഡ് ചെയ്യുക. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് എ റൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇതുവരെ എന്തുണ്ട്, ഒരു UDL ഉണ്ട്. അപ്പോൾ 4.5 എന്ന് പറയുന്നത് 1 മീറ്ററിലാണ് അല്ലേ. ഇവിടെ നിങ്ങട്ട് ടോട്ടൽ എത്ര മീറ്റർ ഉണ്ട്, 4 മീറ്റർ ഉണ്ട്. അപ്പോൾ ഇൻറ്റു 4 ചെയ്യാം. UDLന്റെ കേസിൽ എപ്പോഴും ഇങ്ങനെ ചെയ്യണം. ലോഡാകുമ്പോൾ ടോട്ടൽ ലോഡാകുമ്പോൾ എത്ര മീറ്ററിലാണ് UDL ആക്ട് ചെയ്യണമെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, UDL കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നാലും അവിടുത്തെ ടോട്ടൽ ലോഡ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് മൈനസ് സൈന് കൊടുക്കാം. പിന്നെ വരുന്നത് എന്താണ്, ഈ ഒരു RB എന്ന് പറഞ്ഞ ഈ ഒരു ലോഡാണ് അല്ലേ, അത് അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് +12 എന്ന് കൊടുക്കാം. പിന്നെ എന്താ വരുന്നത്, ഇത്രയേ ഉള്ളൂ. പിന്നെ ഉള്ളത് പിന്നെ വരുന്ന RA എന്ന് പറഞ്ഞ ഈ ഒരു ഫോഴ്സ് ആണ്. അത് നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിലാവുക കാരണം അത് എടുക്കേണ്ട ആവശ്യമില്ല. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 6 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും, -6. ഓക്കെ. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് എ ലെഫ്റ്റ് ആവുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ലോഡ് ഉണ്ടാവും. -4.5 ഇൻറ്റു 4 +12 ഉണ്ടാവും. പിന്നെ അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ലോഡും കൂടെ ആഡ് ചെയ്യണം. അതെന്താണ്, +6 ആണ്. ചെയ്യുന്ന സമയത്ത് നമുക്ക് 0 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഇതാണ് ഷിയർ ഫോഴ്സ് വരുന്നത്. ഓക്കെ. നമ്മൾ കണ്ടുപിടിക്കേണ്ട ബെൻഡിങ് മൊമെന്റ് ആണ്. അതിനു മുമ്പ് നമുക്ക് ഈ ഷിയർ ഫോഴ്സ് ഡയഗ്രം ഒന്ന് വരയ്ക്കാം. ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കുക. ഫസ്റ്റ് നിങ്ങൾ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ബീം അതേപോലെ തന്നെ വരച്ചിടണം. ഇന്ന് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സി എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് ഉള്ള പോയിന്റ്സ് ഉണ്ടല്ലോ, ആ ഓരോ പോയിന്റ്സും ഇവിടെ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിടുക. ഇപ്പോൾ സി എന്ന് പറഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്തു, ബി എന്ന് പറഞ്ഞതും എക്സ്റ്റെൻഡ് ചെയ്തു, എ എന്ന് പറഞ്ഞതും എക്സ്റ്റെൻഡ് ചെയ്തു. ജസ്റ്റ് ചെറുതായിട്ട് ലൈറ്റായിട്ട് വരച്ചിട്ടാൽ മതി. പിന്നെ ഒരു ബേസ് ലൈൻ വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ ഷിയർ ഫോഴ്സ് അറ്റ് സി റൈറ്റ് 0 ആണ് അല്ലേ. നമുക്ക് കിട്ടിയിട്ടുള്ളത് സി എന്ന് പറഞ്ഞ പോയിന്റിൽ സിയിലുള്ളതൊക്കെ നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് ഈ സിയുടെ അവിടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത ഈ ഒരു ലൈനില്ലേ, അതിലാണ് ഷിയർ ഫോഴ്സ് അറ്റ് സി റൈറ്റും ലെഫ്റ്റും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ റൈറ്റും ലെഫ്റ്റും 0 ആണ്. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ട് 0 ആണ്. ഇനി അടുത്ത പോയിന്റ് ഏതാ, ബി ആണ് അല്ലേ. ഷിയർ ഫോഴ്സ് അറ്റ് ബി, ഇതിലുള്ള റൈറ്റും ലെഫ്റ്റും നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഏതിലാണ്, ഈ ബിയുടെ അവിടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഈ ലൈനിലാണ്. അപ്പോൾ റൈറ്റ് എത്ര വന്നിട്ടുള്ളത്, -4.5 ആണ്. മൈനസ് ആവുന്ന കാരണം മൈനസാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ലൈനിന് താഴോട്ട് വേണം മാർക്ക് ചെയ്യാൻ. ഒരു 4.5 ഏകദേശം ഒരു 4.5 അവിടെ മാർക്ക് ചെയ്തിടുക. പിന്നെ അടുത്തത് ലെഫ്റ്റ്
ഷിയർ ഫോഴ്സ് അറ്റ് ബി ലെഫ്റ്റ് വരുന്നത് എത്രയാണ്? 7.5 ആണ്. 7.5 നമുക്ക് പോസിറ്റീവാണ്. അപ്പോൾ മുകൾക്ക് ഇതപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഈ ഓർഡർ മാറും. അപ്പോൾ ഫസ്റ്റ് ഇത് റൈറ്റ് സിയിലുള്ളത്, ഇനി ബിയിലുള്ള റൈറ്റ്, ഇനി ബിയിലുള്ള ലെഫ്റ്റ്. ഇനി എ ഷിയർ ഫോഴ്സ് അറ്റ് എ റൈറ്റിൽ എത്ര വന്നിട്ടുള്ളത്? -6ഉം ലെഫ്റ്റിൽ 0. -6 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ ആയിട്ട് വരും. ഏഴാണല്ലോ. അപ്പോൾ ഈ ഏടെ അവിടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഈ ലൈനിലാണ്. -6 പറയുമ്പോൾ എവിടെ ഏകദേശം ഒരു ഇവിടേക്ക് ആയിട്ട് വരും. അപ്പോൾ 6 അവിടെ ജോയിൻ ചെയ്യുക. അപ്പം തന്നെ ജോയിൻ ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ ആ ഓർഡർ മാറും. പിന്നെ ഷിയർ ഫോഴ്സ് അറ്റ് എ ലെഫ്റ്റ് എത്ര വന്നിട്ടുള്ളത്? 0 ആണ്. 0 ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോ വാല്യൂ എഴുതിയിടുക. 6 കിലോ ന്യൂട്ടൺ, 7.5 കിലോ ന്യൂട്ടൺ, 4.5 കിലോ ന്യൂട്ടൺ. നെഗറ്റീവ് അങ്ങനെ എഴുതണമെന്നില്ല, ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി. കാരണം ഈ ലൈൻ താഴേക്കാവുമ്പോൾ നെഗറ്റീവ് എന്നുള്ളത് അറിയാം. SFD എന്ന് എഴുതും. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം കംപ്ലീറ്റ് ആയി. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കുന്നത് ബെൻഡിങ് മൊമെന്റ് ആണ്. ഇനി കണ്ടുപിടിക്കുന്നത് ബെൻഡിങ് മൊമെന്റ്. ആദ്യം ബെൻഡിങ് മൊമെന്റ് അറ്റ് എ സിംപ്ലി സപ്പോർട്ടഡ് അല്ലേ? ഈ എൻഡിൽ എന്തായാലും 0 ആയിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇവിടെ നിങ്ങളുള്ള ബെൻഡിങ് മൊമെന്റ് ഒന്ന് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ബെൻഡിങ് മൊമെന്റ് അറ്റ് ബിയിൽ എത്ര വരിക നോക്കുക. നമുക്ക് ഈ ഒരു എൻഡിൽ നിന്നാണ് നമ്മൾ എപ്പോഴും മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യല്. അപ്പോൾ നമുക്ക് ബി എന്നുള്ളത് എടുക്കുമ്പോൾ ഇവിടെ നിന്നിട്ട് ഇവിടെ ഇപ്പോൾ ഏതാ ലോഡുള്ളത്? ഇവിടെ വരുന്ന ലോഡ് എന്ന് പറയുന്നത് ഈ ഒരു UDL മാത്രമാണ്. ഇത് 1 മീറ്ററിലെ 1 മീറ്ററിൽ 4.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ലോഡ് വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ അവിടെ വരുന്ന UDL. ഇപ്പോൾ ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. എല്ലാവർക്കും അറിയാമല്ലോ അത്. അപ്പോൾ ഇവിടെ വരുന്ന ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 4.5 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നത് 1 മീറ്ററിലാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഉള്ളത് 1 മീറ്റർ തന്നെയാണ്. അപ്പോൾ ഇവിടെ 4.5 ഇൻറ്റു 1 എന്ന് പറയുന്നത്, ഈ 1 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്, എത്രയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളൊരിതാണ്. ഇപ്പോൾ ഇവിടെ 1 ആണ്. ഇപ്പോൾ 2 മീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താവും? 2 ആവും. ഇതിപ്പോൾ ലോഡേ ആയിട്ടുള്ളൂ. ഇൻറ്റു ഡിസ്റ്റൻസ് വേണമല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് UDL ആണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എത്രയാണോ ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ആ ഒരു പോയിന്റ് നമ്മൾ എങ്ങോട്ടുള്ള മൊമെന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഇത് ടോട്ടൽ 1 മീറ്റർ ആണ്. ഇപ്പോൾ 0.5 മീറ്റർ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഡിസ്റ്റൻസ് തന്നെ 0.5 ആണ്. അപ്പോൾ ഇൻറ്റു ഒരു 0.5 വരും. ഇതാണ് അവിടെ വരുന്ന UDL. പിന്നെ ഇത് ഡൗൺവേർഡ് ഡയറക്ഷനാണ്. അപ്പോൾ -2.25 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് വരും UDL. ഇനി ബെൻഡിങ് മൊമെന്റ് അറ്റ് സി. ബെൻഡിങ് മൊമെന്റ് അറ്റ് സിയും 0 ആണ് വരിക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ അതിന് മുമ്പ് ഈ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കണം. അതിന് വേണ്ടി ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഒക്കർ ചെയ്യുക ഈ ഒരു പോയിന്റിലായിരിക്കും. എവിടെയാണ് ഷിയർ ഫോഴ്സിന്റെ സൈൻ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിലാണ് എന്ത് ചെയ്യുക? മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഒക്കർ ചെയ്യുക. അപ്പം നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രയാങ്കിളും അതുപോലെ ഈ ഒരു ട്രയാങ്കിളും കൺസിഡർ ചെയ്യുക. ഓക്കെ, ഞാൻ ആ ഒന്ന് ഇവിടെ എടുത്ത് വരയ്ക്കാം. നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ടോട്ടൽ ഇത് 3 മീറ്റർ ആണ്. ഇവിടെ നിന്ന് ഇതുവരെ 3 മീറ്റർ ആണ്. അപ്പോൾ ഇത് ഞാൻ എക്സ് എന്ന് എടുത്തു. ഈ ഒരു സൈഡ് നമ്മൾ എക്സ് എടുത്തു. അപ്പോൾ ഇതെന്താ വരിക? 3 - x അല്ലേ? ഇത് ടോട്ടൽ 3 ആണ്. അപ്പോൾ ഈ ഒരു ഭാഗം എക്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഈ ഒരു ഭാഗം എന്താ വരുള്ളൂ? 3 - x ആണ് വരിക. ഓക്കെ അല്ലേ? പിന്നെ ഈ ഒരു ഇത് നമുക്കറിയാം എത്രയാണ്? 7.5 അല്ലേ? ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് 7.5. ഇത് എത്രയാ? 6ഉം. അപ്പോൾ ഇത് 6 ആണ്. ഇനി ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക.
ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾ ആവുക കാരണം തന്നെ ഇതിൻ്റെ ഓരോ എഡ്ജും ഓരോ വശങ്ങളും തമ്മിൽ എന്തായിരിക്കും, ഓരോ സൈഡും തമ്മിൽ ആനുപാതികമാവുമെന്ന് പറയാം. അപ്പോൾ ഈ ഒരു സൈഡ് എക്സ് എടുക്കുക, എക്സ് ബൈ ഈ രണ്ട് സൈഡാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എക്സ് ബൈ 6 ഈക്വൽ ടു എന്ത് വരും, ഇതിപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു സൈഡല്ലേ എഴുതി, അപ്പം ഇനി ഈ ട്രയാങ്കിളിൻ്റെ എഴുതുമ്പോൾ ഈ സൈഡ് വേണം ഫസ്റ്റ് എഴുതാൻ. അപ്പോൾ ഈ സൈഡ് 3 - x ആണ് ഡിവൈഡ് ബൈ പിന്നുള്ളത് ഈ ഒരു സൈഡ് 7.5. ഇത് എന്ത് ചെയ്യുക, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. എക്സ് ഇൻറ്റു 7.5 ഈക്വൽ ടു 3 - x ഇൻറ്റു ഇങ്ങോട്ട് ആകുമ്പോൾ 6. അപ്പോൾ ചെയ്യുമ്പോൾ 7.5x ഈക്വൽ ടു 18 - 6x. അതിൽ 7.5x ഈ 6xനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് 6x ഈക്വൽ ടു 18 വരും. ഇത് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 13.5x ഈക്വൽ ടു 18 വരും. എക്സ് ഈക്വൽ ടു 18 ഡിവൈഡ് ബൈ 13.5 ചെയ്യുന്ന സമയത്ത് എക്സിൻ്റെ വാല്യൂ കിട്ടുക 1.33 മീറ്ററിന് എക്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ നിങ്ങളിത് ഇവിടെ മാർക്ക് ചെയ്തിടുക. നമ്മുടെ ഈ ഫിഗറിൽ നമ്മൾ മാർക്ക് ചെയ്യുക. ഇതിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടാൽ മതി. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി അവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഡിസ്റ്റൻസ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് 1.33 മീറ്റർ അല്ലേ, അതല്ല നമ്മളെടുത്ത എക്സ്. അപ്പോൾ ഈ ഒരു ഭാഗം എന്താ വരിക, 3 - 1.33 ചെയ്ത് കഴിഞ്ഞാൽ 3 - 1.33 ചെയ്താൽ ഈ ഒരു സൈഡ് എത്രയാണെങ്കിൽ അതും കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക, ഇങ്ങനെയുള്ള മൊമെന്റ് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒന്നുകിൽ ഈ സൈഡിൽ നിന്ന് എടുക്കാം, ഈ സൈഡിൽ നിന്ന് എടുക്കാം. നമ്മളെപ്പോഴും ഇവിടെ നിന്നാണ് എടുക്കാറ്. അപ്പോൾ ഈ ഒരു സൈഡ് ഈ ഒരു പോയിന്റ് ഞാൻ O എന്ന് മാർക്ക് ചെയ്തു. ഇനി അങ്ങോട്ടുള്ള ഈ ഓയിൽക്കുള്ള ഇതല്ലേ O, ഇത് 3 - 1.33 ചെയ്യുക. അപ്പോൾ എത്ര വാല്യൂ വരണമെങ്കിൽ അതാണ് ഈ ഒരു ഡിസ്റ്റൻസ് വരിക. അപ്പോൾ ഇവിടേക്കുള്ള ബെൻഡിങ് മൊമെന്റ് എടുക്കുകയാണ്. ബെൻഡിങ് മൊമെന്റ് അറ്റ് O ഈക്വൽ ടു എന്താ വരിക, അപ്പോൾ ഇവിടെയുള്ള ലോഡ് ഏതാണ്, UDL അല്ലേ. ഇത്രയും ഡിസ്റ്റൻസിൽ UDL ഉണ്ട്. ഇപ്പോൾ ബെൻഡിങ് മൊമെന്റ് എടുക്കുമ്പോൾ ഇവിടെ നിന്നുള്ള ലോഡുകളാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 3 - 1.33 എന്ന് പറയുമ്പോൾ ഏകദേശം 1.76 മീറ്റർ വരും. അപ്പോൾ ഇത് 1.76. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ടോട്ടൽ UDL പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു 1 മീറ്റർ ഉണ്ട്, ഇവിടെ 1.76 മീറ്റർ ഉണ്ട്. അപ്പോൾ ടോട്ടൽ 2.76 മീറ്റർ ആണ് UDL ഉള്ളത്. അപ്പോൾ UDL ടോട്ടൽ ലോഡ് 4.5 ഇൻറ്റു 2.76. ഇത് എന്തായിട്ടുള്ളൂ, ലോഡേ ആയിട്ടുള്ളൂ അല്ലേ. UDLന്റെ കേസിൽ അങ്ങനെയല്ല, ഇത് ലോഡേ ആയിട്ടുള്ളൂ. ഇൻറ്റു എന്ത് വേണം, ഇതിപ്പോൾ ഈ ഒരു പോയിന്റിക്കുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് അല്ലേ, ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് 2.76ന്റെ കറക്റ്റ് സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. നമുക്ക് എങ്ങനെ എഴുതാം, 2.76/2 എന്ന് ചെയ്യാം. അപ്പോൾ UDLന്റെ കേസായി. ഇതെന്താണ് ഡൗൺവേർഡ് ഡയറക്ഷൻ, അപ്പോൾ നമ്മൾ മൈനസ് കൊടുക്കുക. പ്ലസ് പിന്നെ എന്തെങ്കിലും അവിടെ ഉള്ളൂ, ഈ ഒരു റിയാക്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് എത്ര, 12 ആണ്. അപ്പോൾ 12 ഇൻറ്റു ഇങ്ങനെയുള്ള ഡിസ്റ്റൻസ് 1.76 ഈക്വൽ ടു ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു വാല്യൂ എത്രയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം, ഈ ഒരു വാല്യൂ കൂടെ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് വരയ്ക്കേണ്ട ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ നമുക്ക് ബെൻഡിങ് മൊമെന്റ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബെൻഡിങ് മൊമെന്റ് A എന്ന് പറയുന്നത് 0 ആണ്, B എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളത് -2.25, C എന്ന് പറയുന്നത് 0. പിന്നെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരിക, ഈ ഒരു ഫിഗർ നോക്കൂ, ഈ ഒരു പോയിന്റിലാണെന്ന് പറഞ്ഞു. നമ്മൾ O എന്ന് നെയിം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടുത്തെ മാക്സിമം ബെൻഡിങ് മൊമെന്റും കണ്ടുപിടിച്ചിട്ടുണ്ട്. മാക്സിമം ബെൻഡിങ് മൊമെന്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 3.98 kN ആണ്. ഓക്കെ അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കേണ്ടത്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ച പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബേസ് ലൈനാണ് ആദ്യം വരച്ചിടേണ്ടത്. അതൊരു ബേസ് ലൈൻ വരച്ചിടുക. ബേസ് ലൈൻ വരച്ചിട്ട് ഓരോ പോയിന്റിലുള്ള മൊമെന്റ് എത്രയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് മാർക്ക് ചെയ്യുക. ഈ ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം.
ബെൻഡിങ് മൊമെന്റ് അറ്റ് എ നമുക്ക് എയിൽ വന്നിട്ടുള്ള ബെൻഡിങ് മൊമെന്റ് എത്രയാണ്? ബെൻഡിങ് മൊമെന്റ് അറ്റ് എ എന്ന് പറയുന്നത് 0 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തു 0. പിന്നെ വന്നിട്ടുള്ളത് ബെൻഡിങ് മൊമെന്റ് അറ്റ് ബിയിലുള്ള ബെൻഡിങ് മൊമെന്റ് -2.25 ആണ്. മൈനസ് വാല്യൂ ആണ്. അപ്പോൾ ഈ ഒരു ലൈനിന് താഴോട്ട് വേണം മാർക്ക് ചെയ്യാൻ. -2.25. പിന്നെ അടുത്തത് സിയിലുള്ളത് 0, അതും മാർക്ക് ചെയ്തു. സിയിലുള്ള 0 ആണ്, അതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ഇവിടെയാണ് മാക്സിമം, ഈ ഒരു O എന്ന് പറഞ്ഞ പോയിന്റിലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത്. നമുക്ക് കിട്ടിയിട്ടുള്ള എത്രയാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ്? നമുക്ക് കിട്ടിയിട്ടുള്ളത് 3.98 kN മീറ്ററാണ്. 3.98 kN മീറ്റർ അവിടെ മാർക്ക് ചെയ്യുക, ഏകദേശം 4ന്റെ അടുത്ത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ UDL ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കുമ്പോൾ നമ്മളൊരു പാരാബോളിക് ഷേപ്പ് അതിലാണ് വരയ്ക്കുക. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഇവിടെയൊക്കെ ഫുൾ UDL ആണല്ലോ. അപ്പോൾ ഇവിടുന്ന് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട് വരയ്ക്കുക. ഇനി ഇവിടെ നിങ്ങോട്ട് വരയ്ക്കേണ്ടത് എന്താണ്? ഇത് 2.25 kN മീറ്റർ, ഇവിടെ 0. ഇനി അടുത്ത് വരുന്നത് ഇവിടെയാണ് വരുന്നത് അല്ലേ? അത് എന്ത് ചെയ്യുക? ഒരു പാരാബോളിക് ഷേപ്പിൽ വേണം വരയ്ക്കാൻ. ഇവിടെ 3.98 kN മീറ്റർ എന്ന് എഴുതുക, ഇവിടെ 0. ഇതാണ് നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. ഓക്കെ.